മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തിയ കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. PJ ജോസഫ് MLA കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കൊയ്ത്തും കൊയ്ത്തുപാട്ടുകളും ഇന്ന് കേൾക്കാനില്ല. എന്നാൽ തൊടുപുഴയ്ക്കടുത്ത് മുതലക്കുടം സെന്റ് ജോർജ് ഹൈസ്കൂളിൻ്റെ കൃഷിമുറ്റത്ത് ഇന്ന് കൊയ്ത്തുപാട്ട് ഉയരുകയാണ്. കരയിലും പൊൻനെല്ല് വിളയിച്ച് കൊയ്ത്തിനിറങ്ങുകയാണ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഡാൻഡിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും. കൊയ്ത്തും കൃഷിയും പാടങ്ങളുമെല്ലാം അന്യം നിന്ന് പോകുന്ന, കൃഷിയുടെയും മണ്ണിനെയും മടിയോടെ നോക്കിക്കാണുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും കൃഷിയുടെ നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോക്ക്ഡൗൺ കാലത്ത് കൃഷിമുറ്റം പദ്ധതി തുടങ്ങിവെച്ചത്. ഒരേക്കറോളം തരിച്ചു നിലം കിളച്ചൊരുക്കി കരനെല്ലിനോടൊപ്പം 30 ഇനം പച്ചക്കറികളും മരച്ചീനിയും ഇവിടെ കൃഷി ചെയ്തു. കൃഷിമുറ്റം പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവത്തിൻ്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ, മുനിസിപ്പൽ കൗൺസിലർ ജെസി ജോണി, ജില്ലാ കൃഷി ഓഫീസർ സുലോചന VT, ഡെപ്യൂട്ടി ഡയറക്ടർ സിജി ആൻ്റണി, അഗ്രികൾച്ചർ ഓഫീസർ തോംസൺ ജോഷുവ, സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഡാൻഡി ജോസഫ്, മുൻ ഹെഡ് മാസ്റ്റർ സണ്ണി മാത്യു, സ്റ്റാഫ് സെക്രട്ടറി ജിബിൻ മാത്യു, PTA പ്രസിഡന്റ് ഷാജു പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. നല്ല കായുണ്ട് സാറേ. ഇത് അടുത്ത ദിവസം നിന്ന് മാഞ്ഞു പോയി പാവലിന് പ്രൊട്ടക്ഷനാണോ സാർ ഉദ്ദേശിച്ചത്? കുമ്പിള് കിട്ടിയത് മാത്രമേ ഉള്ളൂ. ആണോ? ഇതിനടുത്ത് കേടാവുന്ന സാധനം കേടായില്ല. തേനയൊക്കെ പറിച്ചു. വഴുതനയ്ക്ക് ഒരു കേടുമില്ലെങ്കിലും വഴുതനയ്ക്ക് ഡിമാൻഡ്. ആണോ? ഏതായി വെച്ചിരിക്കുന്നു? എന്തോ D എത്ര തെങ്ങുണ്ട്? 12 എണ്ണം ഇവിടെ വെച്ചിരിക്കുന്നു. മലേഷ്യൻ കൊള്ളൻ പെട്ടെന്ന് എന്തോ ചേരമ്പി കൊണ്ട് വെച്ചത് സൈഡിലൂടെ മറ്റു കൃഷികൾക്ക് തടസ്സം ഉണ്ടായതല്ലോ എന്ന് പറഞ്ഞു. തെങ്ങിന് ഏറ്റവും വേണ്ടത് സൂര്യപ്രകാശം. ജൈവ പച്ചക്കറി തോട്ടം അത് പൂർണ്ണമായിട്ടും ശരിയാണോ? ജൈവമെന്നുള്ളത് ഈ കരനെല്ലിന് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ജൈവ. കരനെല്ല് അതിൽ കയറി പോരില്ല. നടുന്നതിന് മുമ്പ് തന്നെ നെല്ല് മാത്രം മോശമായിട്ട്. അതെ അതെ, ആദ്യമായിട്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു പരിചയക്കുറവ് കൂടെ ഉണ്ടായി. എത്ര ശതമാനം നെല്ല് കിട്ടുമല്ലോ? 60% കിട്ടും സാർ. എനിക്ക് സംശയം 60% കിട്ടും സാറേ. വൈദ്യുതി കിട്ടും.
കുറേ എണ്ണം വണ്ടേട് കുറച്ച് മാസമായിട്ട് നാട്ടിൽ അല്ല കരനെല്ല് വിജയിപ്പിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. വെള്ളം കൊടുത്ത് വളർത്തുന്നതാണ്. തീരെ മഴ കിട്ടാതിരുന്ന ഒരു മാസം നനച്ചില്ലേ? ആ മഞ്ഞൾ നന്നായിരിക്കും. മരവണ്ട കേട്ടോ, ആ വിത്ത് മുഴുവൻ എടുക്കണം. മരവണ്ട എല്ലാം പോയി. വീട്ടിലുണ്ടായിരുന്നത് ശരിക്കും മൂപ്പിച്ചെടുത്തില്ലെങ്കിൽ പോകില്ല. മരവണ്ട അല്ല, ഒരു വർഷം മാഞ്ഞു പോവുകയല്ല. മരവണ്ട അടുത്ത വർഷം കായ്ക്കും. എല്ലാ ആളുകൾക്കും മരവണ്ട ഉണ്ടെങ്കിൽ ഒന്നാല് വെണ്ടയ്ക്കൊക്കെ നീളം കുറവാണ്. ഈ കപ്പയുടെ ഇടയിൽ കൂടെ മരവണ്ട നട്ടിട്ടുണ്ട്. ഇത് അത് മുഴുവൻ വിത്താക്കി പകുതി വിത്ത് എനിക്ക് അല്ല, ഞാൻ ഈ വിത്ത് വിതരണത്തിനെ അത് കൊടുക്കാനാ. മരവണ്ട നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ മാറ്റി. ആണോ? സ്നേഹാദരണീയനായ തൊടുപുഴയുടെ MLA നമ്മുടെ പ്രിയ ലീഡർ PJ ജോസഫ് സാർ മുൻ വർഷം നമ്മുടെ ഈ സ്കൂളിൽ വന്നപ്പോൾ പുറകിൽ ഇത്രയും സ്ഥലമുണ്ട് എന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു, പുറകിൽ ഇത്രയും സ്ഥലമുണ്ടല്ലോ, അത് വെറുതെ വെച്ചേക്കാതെ നമുക്ക് കൃഷി ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ആ ഒരു ആശയത്തിൽ നിന്നാണ് അന്നത്തെ മാനേജരച്ഛനായിരുന്ന അടപ്പൂരച്ഛനും അന്നത്തെ ഹെഡ് മാസ്റ്ററായിരുന്ന സജി സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മളിത് ആരംഭിക്കുകയും അതിനുശേഷം അവർ രണ്ടുപേരും ട്രാൻസ്ഫർ ആയതിനു ശേഷം ഇവിടെ ബഹുമാനപ്പെട്ട ജോർജ് താനത്തുപറമ്പിൽ അച്ഛനും ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ഹെഡ് മിസ്ട്രസ് ഡാൻഡി സിസ്റ്ററും സാരഥ്യം നൽകി ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ വിളവെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ച 30ഓളം ഇനം കൃഷിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ അഭിമാനമുണ്ട് ഈ ഒരു കാലത്ത് ഇത് ചെയ്തതിൽ. ഒരു സങ്കടം മാത്രം അവശേഷിക്കുന്നു. നമുക്ക് പിള്ളേർക്ക് ഇതിനെപ്പറ്റി പഠിക്കുന്നതിനോ ഇത് കണ്ടു മനസ്സിലാക്കുന്നതിനും ഇതിൻ്റെ ഒരു ഗുണഫലം അനുഭവിക്കുന്നതിനും ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും വരും വർഷങ്ങളിലും ഇത് നിശ്ചയമായും തുടരും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമാണ് ഞങ്ങൾക്കിപ്പോൾ ഈ അവസരത്തിലുള്ളത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ സ്നേഹാരാധനായ PJ ജോസഫ് സാറിനെയും ഇവിടെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം എല്ലാ നിർദ്ദേശങ്ങളും നൽകി നമ്മളോടൊപ്പം നമ്മുടെ കൃഷി ഓഫീസർമാരും ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. ഈ തൊടുപുഴയുടെ കൃഷി ഓഫീസർ ജോഷ സാർ, തോമസൻ ജോഷ സാർ മിക്കവാറും നമ്മുടെ സ്കൂളിൽ സന്ദർശിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കൗൺസിലർ ജെസ്സി ചേച്ചിയും PTA പ്രസിഡൻറ്റും ഒക്കെ നമ്മളോടൊപ്പം എപ്പോഴും സജീവമായിട്ടുണ്ട്. ജില്ലാ കൃഷി ഓഫീസേഴ്സ് സുലോചന മാഡം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. സിജി മാഡം ഡെപ്യൂട്ടി ഓഫീസർ നമ്മളോടൊപ്പം ഉണ്ട്. പ്രിൻസിപ്പലും നമ്മുടെ ഈ സ്കൂളിൻ്റെ എല്ലാ സഹകാരികളും ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ച് ഈ ഒരു കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ പ്രിയ ലീഡർ ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട താനത്തുപറമ്പിലച്ഛൻ, ഡാൻഡി സിസ്റ്റർ, പ്രിയപ്പെട്ട കൃഷി ഓഫീസേഴ്സ്, മറ്റു ഇഷ്ടാദികളെ നിങ്ങൾക്ക് നമസ്കാരം. ഈ കൃഷിയില്ലെങ്കിൽ നമ്മളെല്ലാം പട്ടിണിയാണ്. നെല്ലും ഗോതമ്പും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മളുടെ തീന്മേശയിൽ വരുന്നെങ്കിൽ കർഷകർ കൃഷി ചെയ്യണം. ഇവിടെ ഇപ്പം 30 ഇനം കൃഷികൾ ചെയ്തിരിക്കുന്നത് സന്തോഷകരമായ കാര്യമാണ്. കുട്ടികൾക്കത് ഈ കോവിഡ് കാലത്ത് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. എങ്കിലും കരകൃഷി, കരനെൽകൃഷി, അതിന് കരകൃഷി കുറച്ച് അതിൻ്റേതായ കുറവുകളുണ്ട്. പക്ഷേ മറ്റ് കൃഷികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. പ്രത്യേകിച്ച് മരവേണ്ട ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മുഴുവൻ പറിക്കുന്നത് വിത്താക്കി മാറ്റണം. ഞാൻ ഗാന്ധി സ്റ്റഡി സെൻ്റർ വഴി കൂടെ കൊടുത്തോളാം. മരവണ്ടയെ പറ്റിയൊന്നും കൃഷിക്കാർ തന്നെ അറിഞ്ഞുകൂടാ ഇങ്ങനെ ഇനമുണ്ടെന്നും. കീടങ്ങളുടെ ശല്യം തീരെ ഉണ്ടാകില്ല, നല്ല റെസിസ്റ്റൻ്റ് ആണത്. രോഗപ്രതിരോധ ശക്തിയുള്ള ഒരു ഇനമാണ് മരവണ്ട. പിന്നെ മറ്റേ ഈ
ആനക്കൊമ്പൻ അതുണ്ടോ? ആ അല്ല അതുണ്ട്. അല്ല ആനക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ ഇത്രയും നീളം, ഒരു 2-3 കണ്ടൊക്കെയാണെങ്കിൽ ഒരു കറിക്കും. അതും കുറച്ച് റെസിസ്റ്റൻ്റാണ്. കേരളത്തിൻ്റെ തനത് വിത്തുകളാണെങ്കിൽ രോഗപ്രതിരോധ ശക്തിയുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള വിത്താണെങ്കിൽ പെട്ടെന്ന് കേടാം. അതുകൊണ്ട് ഈ കാലാവസ്ഥയായിട്ട് ഇണങ്ങിച്ചേർന്ന ഈ വിത്തുകൾ വെറൈറ്റി 2-3-4 വെറൈറ്റി ഉള്ളത് നല്ലതാണ്. ഈ മരവെണ്ടയുടെ ഒരു പ്രത്യേക വാർത്ത കൊടുക്കുന്ന അഭ്യർത്ഥിക്കുകയാണ് മരവെണ്ടയുടെ കാര്യം. അപ്പം അതുപോലെ മഞ്ഞൾ ഹെൽത്തിയാണ്, കോവിഡിന് ഏറ്റവും നല്ലതാണെന്നാണ്. എൻ്റെ ഒരു സിസ്റ്റർ അമേരിക്കനുണ്ട്, അതെല്ലാം മഞ്ഞപ്പൊടി ഇട്ടാണ് പാല് കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്. ഞാൻ കൊല്ലങ്ങനെ പിതാവിനെ കാണാൻ നിറ വ്യത്യാസം, അതുകൊണ്ട് മഞ്ഞപ്പൊടി മഞ്ഞളിന് ടെർമറിക് എന്നാണ് പറയുന്നത്. ടെർമറിക് അതിന് ഈ വയനാടൻ മഞ്ഞൾ മുറിച്ചതുപോലെ എന്നൊക്കെ പറയുമെങ്കിലും തൊടുപുഴ മൂവാറ്റുപുഴയിലെ മഞ്ഞളിലാണ് അതിന് കുറുക്കുവീൻ കണ്ടന്റ് ഏറ്റവും കൂടുതൽ. മഞ്ഞൾ അങ്ങേറ്റം പ്രോത്സാഹിപ്പിക്കണം. ഞാൻ റീഡേഴ്സ് സൈസിൽ ഒരു ലേഖനം നേരത്തെ വായിച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ, ടർമറിക്, പെപ്പർ, ഗാർലിക് ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള ഏതാനും ഘടകങ്ങൾ അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജിഞ്ചർ ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക്, ടെർമറിക്ക് മഞ്ഞൾ, പിന്നെ ഗാർലിക്ക് വെളുത്തുള്ളി, പിന്നെ പെപ്പർ എല്ലാവരും പറയും കുരുമുളക്. ഇതെല്ലാം കഴിക്കുന്നതുകൊണ്ടാണ് ഈ കേരളത്തിൽ കോവിഡ് ഒന്നും ആളും മരിക്കുന്നില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ മരണത്തിന് കുറവാണ്. കോവിഡ് വരുന്നവരെല്ലാം രക്ഷപ്പെട്ടു പോകുക. അവർക്കൊരു പ്രത്യേകമായ പ്രതിരോധ ശക്തിയുണ്ട്. എനിക്കൊക്കെ വന്നിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒറ്റ ആൾക്ക് വന്നു പോയിരിക്കുകയാണ്. അപ്പോൾ അത് കേരളത്തിലാണ് ഏറ്റവും മരണനിരക്ക് കുറവ്. ഒരു ജലദോഷം വരുന്ന പോലെ ഒന്ന് വന്ന് പോവുക. അപ്പോൾ അത് നമ്മുടെ ഭക്ഷണക്രമം, ആയുർവേദം, ഹോമിയോ ഇതെല്ലാം കൂടെ ചേർന്നതിൻ്റെ അകത്തുകയാണ്. പിന്നെ പച്ചക്കറികൾ, വെജിറ്റബിൾസ്, ഫൈബർ ഇതെല്ലാം ഭക്ഷണക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ ചേനയും ചേമ്പുണ്ടോ? ആ ചേമ്പുണ്ട്. അത് സാമ്പാറിന് ഏറ്റവും നല്ലതാണ് ചേമ്പ്, ഉരുളക്കിഴങ്ങിന് പകരം. ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് ചേമ്പിട്ടിട്ടാണ്. ചേമ്പും കാച്ചിലുണ്ട് സാർ. ആ കാച്ചിൽ നമ്മുടെ ഓക്കെ. പണ്ട് കോത്തായത്തുകാർ ഒരു കഥയുണ്ട്. കാച്ചിലിനെ മരം കാച്ചു കൊണ്ടുവന്ന് മരം വിടുമ്പോൾ മരത്തെ കയറ്റി, അങ്ങനെ മരത്തെ കയറ്റി കഥയുണ്ട്. ഏതായാലും മരവെണ്ട വളരെ കാലം കൂടി ഞാൻ കാണുകയാണ്. റെയർ സ്പീഷീസ്. ഇതവിടെ നിന്നോളൂ, അടുത്ത വർഷം നിന്ന് കായ്ച്ചോളൂ. അടുത്ത വർഷം നടണ്ട എന്ന് പറഞ്ഞാൽ മാഞ്ഞു പോകില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള മരവെണ്ടയാണ്. എന്നോട് മനസ്സിലായി. ഇതുണ്ടായിരുന്നു, ഒരു 2 എണ്ണം പറിക്കാതെ അത് ഉണങ്ങാൻ പാകമായിട്ട് നിന്ന ഞാൻ ഈ ആനക്കൊമ്പൻ കാസർഗോഡ് കൊണ്ടുവന്ന് കൊടുത്തേ. അടുത്ത വർഷം വിത്തുമാണ്. ഞാൻ എന്താണ് നിങ്ങൾക്ക് 2 സാധനം ഉണ്ടാകാൻ പാടില്ലായിരുന്നു, അത് ചെയ്യല. അവിടെ തനത് വിത്തുകൾ കിട്ടണമെങ്കിൽ വിത്ത് അതാത് സ്ഥലത്ത് തന്നെ ഉത്പാദിപ്പിക്കും. അത് ഈ കുട്ടികളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ഈ നമ്മുടെ ചില സ്ഥാപനങ്ങളിൽ പിന്നെ തിരുവനന്തപുരത്തെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഇന്ത്യയിലെ തിരുവനന്തപുരത്താണ്. ഒരുപാട് സൈസ് കാച്ചിലുണ്ട്. പിന്നെ വിവിധതരം കപ്പയുണ്ട്. നമ്മളുടെ അതെല്ലാം ഉപയോഗപ്പെടുത്തണം. മഞ്ഞ നിറത്തിലുള്ളൊരു കപ്പയുണ്ട്,
ഷുഗർ മാത്രമല്ല, ഒരു 30 കിലോ ഒക്കെ ഉണ്ടാവും ഒരു ചോറ്. അതുകാലത്ത് ഏറ്റവും ഒരു ചോടിന് ആളുകൾക്ക് ടേസ്റ്റ് കുറവുണ്ട്. 30 കിലോ ഒരു ചോട്ടേ കിട്ടുകയാണെങ്കിൽ ഉണങ്ങി പൊടിച്ച് കന്നാലിക്ക് കൊടുക്കാവുന്ന കാലത്തേക്ക്. അപ്പോൾ ആ ട്യൂബർ അവരെല്ലാം നമ്മൾ കാർഷിക മേളയ്ക്ക് വരാറുണ്ട്. അത് കുന്നത്ത് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ആ, ഡെമോൺസ്ട്രേഷനായിട്ട് നമ്മൾ ഒരു അഡ്വക്കേറ്റിൻ്റെ വീട്ടിൽ ചെയ്തു. ഓ, നല്ലത്. 25-30 രൂപ വെച്ച് കിട്ടും. ഒരു കടക്കാരെടുത്തില്ല. അതാണ് കടക്കാരൊന്നും വലിയ പശു വളർത്തുന്നവർക്ക് വളരെ ചീപ്പായിട്ട് കൊടുക്കാൻ തീറ്റ. ഇതൊക്കെ കാരത്തീറ്റ ഇതൊക്കെ ഇട്ടാ വരുന്നത്. ടേസ്റ്റില്ല. ഒരു കപ്പ 3 കിലോ 3 കിലോളം ഒരു കിഴങ്ങ് കിട്ടും. ആൾക്കാർ കടയിൽ നിന്ന് എടുത്തില്ല. അതെ, അത് വിവിധ ആവശ്യങ്ങൾ. അതായത് കാലിത്തീറ്റ എന്ന് പറഞ്ഞു കൊടുത്താൽ പശു വളർത്തുന്നവർക്ക് ഏറ്റവും ആദായകരമായി ചെയ്യാവുന്നത്. ഞാൻ ചുരുക്കുന്നു. ചേന എത്ര കിലോയൊക്കെ ഉണ്ടാവുന്നുണ്ട്? പറിക്കാറാവുന്നേ ഉള്ളൂ. ഉണ്ടല്ലേ? ഈ നിങ്ങൾ കണ്ടമാനം കൃഷി ചെയ്യുന്ന ഒന്നായി എന്താണ് പിന്നെ ഇത് വഴുതന കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ പലർക്കും വഴുതന ചില ഹോസ്റ്റലിലെല്ലാം വഴുതനങ്ങളുടെ കറി മാത്രമാണ്. അതിനൊരു കേടും ഉണ്ടാകുകയില്ല. ഇത്ര മനോഹരമായി കൃഷി ഒരുക്കിയ നമ്മുടെ മാനേജ്മെൻറ്റ് മലപ്പുറത്തിനെ പറമ്പലത്തിനും ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നു. നമ്മുടെ കുട്ടികൾക്കിത് കാണാൻ കഴിയാതെ പോയത് വലിയ കഷ്ടമായി പോയി. അപ്പോൾ അവരെ കൊണ്ടുകൂടി പക്ഷേ പാവയ്ക്ക കേടുകൂടാതെ എത്തിയെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. പൊതിഞ്ഞിട്ടാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അനുഭവത്തോടുകൂടി ഈ കൊയ്ത്ത് നടത്തുകയാണ്. എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. ഒത്തിരി ഇഷ്ടം ഇന്നും മുറ്റത്തെ കളിയൂഞ്ഞാലാടാ. ഒത്തിരി ഇഷ്ടം. ഓക്കെ, കട്ട നമുക്ക് പരിചയമുള്ളൂ. ഓക്കെ, ഇതിന് മാത്രമല്ലാണ്ട്
അതാണോ ഈ ചേന അതല്ല ചെലവ് പറ്റണ്ട. കളവുള്ളത് മണ്ണ് കെട്ടിട്ടുണ്ട്. ആ വലിയ മോശമില്ല, അന്ന് പതുക്കെ മണ്ണ് കെട്ടിയാണ്. വളരാൻ പോണേ ഉള്ളൂ. 6 മാസം ഇതൊരു ഇതൊരു 7-8 കിലോ കരോട്ടെടുത്താണ്. ചാണകം തേച്ചിട്ടില്ല. ചാണകം കിടക്കണ 2 മാസം നിൽക്കാം സാറേ. 2 മാസം നിൽക്കാം. ഈ നേരത്തെ വളരെ ഇതുണ്ട് 7 കിലോ 7 കിലോ ഉണ്ട്. ഇത് വൈകുന്നേരം അടിമുറി പുഴുങ്ങാൻ ചേന 1-ാം ദിവസമാണ് പുഴുങ്ങിയിട്ട് തേങ്ങ ചരണ്ടിയിട്ട്. അതെ, ഇത് നല്ല വിളവ് കേട്ടോ. ഇനി ഒരു 10-15 കിലോ വരും. കണ്ടു വാങ്ങണം. അതായത് പറിക്കാറുമ്പോൾ തണ്ട് തന്നെ മാഞ്ഞു കഴുകണം. അതിൻ്റെ ചെത്തികളാണ്. അപ്പോൾ കുക്കിനറിയാമായിരിക്കും. കഴുകിയിട്ടിട്ട് ഒഴിഞ്ഞോ? ജൈവ ചേന ആയിരിക്കില്ല ഇത് ശരിക്കും ജൈവ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ചേനയ്ക്കൊന്നും വേറെ വളം വേണ്ട. രാസവളത്തിന്റെ ഒരു അംശം ചെന്നതല്ല സാർ, ജൈവ പാവയ്ക്ക. ഒരു മത്തങ്ങയും 2 പാവയ്ക്കയും ഞാൻ കൊണ്ടുപോകും. അത് രണ്ടും സാറേ ഇങ്ങോട്ട് നോക്കി സാറേ. ജൈവ തനി ജൈവ ഇത് സാർ എവിടെ നോക്കിയാൽ യാത്രാ സൗകര്യം. അതെ അതെ. ഇത്തവണ കരിമണ്ണൂർ 1200-1100 മാർക്കം മേടിച്ച് 2 കുട്ടികളുണ്ടായിരുന്നു. 3 പേര്. ടീന അമ്മു വരണം, പിന്നെ അലീന വരണം. അലീന സാറിവിടെ കഴിഞ്ഞ SPC ക്യാമ്പിനോട് വന്നു. സാർ ഓർക്കുന്നുണ്ടോ? വൈകുന്നേരം ദിവസം
അന്ന സാറ് കൃഷിയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് നമ്മുടെ മോളത്തെ ഹാളിൽ സാറെ എസ് പി എസ് പരിപാടിക്ക് വൈകുന്നേരം 1 മണിക്കൂർ സാറ് ക്ലാസ് എടുത്താണ് പിള്ളേർക്ക് എസ് പി എസ് സി കുട്ടികൾക്ക് അന്നാ സാറ് കൃഷിയുടെ ഒരു ആശയം തുടങ്ങി വെച്ചത്. കാർഷിക മേള ടിക്കറ്റ് ഒക്കെ സാറ് കൊടുത്ത് തുറക്കുന്നപ്പോൾ കൃഷി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഈ കൃഷി തുടങ്ങാനുള്ളൊരു പ്രചോദനം. സാറ് പിള്ളേർക്കെല്ലാം കൂപ്പണും കൊടുത്തു, അവർക്ക് ക്ലാസ്സൊക്കെ എടുത്ത് ഒരു 500 രൂപ തുൻബർഗിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. UN-ലെ സാറ് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞത്. സാറിന് 500 രൂപ സമ്മാനം സമ്പാദ്യമായിട്ട് വെച്ചു. സേവിങ്സ് ഉണ്ടോ? അക്കൗണ്ട് ഉണ്ടോ? സേവിങ്സിൽ എത്രയാണെന്ന് അത് നോക്കിയിട്ടില്ല ഇപ്പൊ. 20,000 വേണം. പിന്നെ ഇഷ്ടംപോലെ സമ്മാനം കിട്ടുന്ന എല്ലാ സ്കോളർഷിപ്പുകളും എല്ലാം കിട്ടുന്നതാണ്. എല്ലാം കിട്ടുന്ന നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് നേടിയ ആളാണ്. IAS പിള്ളേരുണ്ട്. IAS മലയാളത്തിൽ എഴുതാം കേട്ടോ. മലയാളത്തിൽ എഴുതാം. മലയാളത്തിൽ കുറെ പ്രവർത്തിക്കുന്നുണ്ട്. മലയാളത്തിലെ ഇന്റർവ്യൂ എല്ലാം മലയാളം. സാറ് ഇവനോട് IAS എന്ന് ചോദിച്ചില്ലേ സാറേ? ഞാൻ ഇവൻ്റെ അധ്യാപന ഇവൻ്റെ പേര് ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് ഇർഫാൻ IAS ആണ്. കാരണം ഇവനൊരു IAS കാരനാവുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഫോണിൽ സേവ് ചെയ്തേക്കുന്നത് ഇർഫാൻ IAS ആണ്. മലയാളത്തിൽ IAS എഴുതാം. IAS എഴുതി 6-7 പേർക്ക് കിട്ടി. ഇന്റർവ്യൂ അനായാസം നെറ്റ് പരീക്ഷയ്ക്ക് നമ്മുടെ ഗവൺമെന്റ് എയ്ഡ് സ്കൂളിൽ പഠിച്ചവരാണ് ഇവിടുത്തെ റാങ്ക് വന്നേക്കുന്നത് കേരളത്തിൽ. സാറേ, ഇന്ന് നമ്മുടെ ഈ അധ്യാപകരുടെ പോയിന്റ് വാസ്തവത്തിൽ തിരുവനന്തപുരത്ത് വരെ സമയം നടക്കുന്നുണ്ട്. 3 പിതാക്കന്മാരെന്ന് ഘോഷിക്കുക. സർക്കാരിന് സാറ് നാളെ നമ്മുടെ കൊതോമ്പത്തിന് നിവേദനം തന്നായിരുന്നു. KCB 2016 മുതൽ പാസ്സായിട്ടില്ല. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ.
ജീവൻ പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ.